സ്നേഹപൂർവം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഒരു വേള കേരള സാഹിത്യ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സണ്ണിയുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ ജി ഉഷാകുമാരിയെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഇന്നിവിടെ നടത്തുന്ന ശ്രീ സണ്ണി കവിക്കാട് അനുസ്മരണത്തിൽ എന്നെ ക്ഷണിച്ചതിനും വരാൻ പ്രേരിപ്പിച്ചതിനും ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകിച്ച് CS മുരളിക്കുള്ള നന്ദി ഹൃദയപൂർവ്വം പറയുകയാണ്. സി അച്യുതമേനോൻ ഹാളിൽ പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി ഒരു പക്ഷേ വേദി ഒരൽപ്പം ശുഷ്കമാണെങ്കിലും ഇത്രയും ഒരാളെ സംബന്ധിച്ചുള്ളൊരു പരിപാടിയാകയാൽ അദ്ദേഹവുമായി വളരെയധികം ഹൃദയബന്ധമുള്ള, പ്രത്യേകിച്ച് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തോട് അങ്ങേയറ്റം ഹൃദയബന്ധമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഒരുപക്ഷെ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയും ഹൃദയം നിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എന്നെ ചെറുതായി എന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ഞാൻ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് സണ്ണി കവിക്കാടും എല്ലാം ജീവിക്കുന്ന ആ ഭൂമികയുടെ ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിനകത്ത് താമസിക്കുന്ന ഒരാളാണ്. വെള്ളൂർ, അവിടെയാണ് 25 വയസ്സ് വരെ ജീവിച്ചത്. പിന്നീട് കോഴിക്കോട് സർവകലാശാലയിൽ ഗവേഷണത്തിന് വേണ്ടി പോവുകയും അതിനുശേഷം 25 വയസ്സിന് ശേഷം അധികമായിട്ട് ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. ഏറെയും കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജീവിക്കുന്നത്. അവിടെയാണ് ഞാൻ വീട് വെച്ച് താമസിക്കുന്നത്. ഒരു അധ്യാപികയായി 25 കൊല്ലം ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ റിട്ടയർ ചെയ്തൊരു സമയമാണിത്. സണ്ണി കവിക്കാട് എന്നുള്ളൊരു പേര് ഞാൻ മുമ്പ് തന്നെ കേട്ടിട്ടുണ്ട്, ജി ശശി മധുരവേലിയുടെ പേരിനൊപ്പം. അത്തരത്തിൽ ഒരു പ്രത്യേക ഭാവുകത്വത്തോടുകൂടി കറുപ്പിൻ്റെ കവിതകൾ എന്നുള്ള നിലയ്ക്ക് ഉയർത്തപ്പെടുന്ന കവിതകളായിട്ട് ഇദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തുറന്നു പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ സൂക്ഷ്മമായി പോയിട്ടില്ല. ചില പേരുകൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ അടുത്ത് നിന്ന് വായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം പ്രധാനമായിട്ടും അത് ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന, എൻ്റെ കൂടെ തന്നെ പഠിച്ചിരുന്ന സുരേഷ് PS അദ്ദേഹത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുകയും അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ടൊരു കുറിപ്പ് തയ്യാറാക്കുകയും പച്ചക്കുതിരയിൽ അത് പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അത് വന്നു. പക്ഷെ വരുന്ന സമയമാകുമ്പോഴേക്കും അദ്ദേഹം നമ്മെ വിട്ട് പോയിരുന്നു. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് എനിക്ക് സണ്ണി കവിക്കാടിനെ അറിയുന്നത്. അദ്ദേഹം ഒരു നോവൽ എഴുത്തുകാരനും കൂടിയാണെന്നുള്ളതാണ് എനിക്ക് അത്ഭുതം ഉണ്ടാക്കിയ ഒരു കാര്യം. അപ്പം അദ്ദേഹത്തിൻ്റെതായി സാധാരണഗതിയിൽ അദ്ദേഹത്തിൽ നിന്നൊരു 7-8 സമാഹാരങ്ങളെങ്കിലും, കവിതാ സമാഹാരം പുറത്തു വരേണ്ട ഒരു സമയകാലത്തോളം അദ്ദേഹം കവിതയിൽ മുഴുകിയിട്ടുണ്ട്. എന്നിട്ടും 2 കവിതാ സമാഹാരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. പിന്നെ അദ്ദേഹം 2 നോവലുകൾ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രകാശനം നടത്തുന്ന ഈ നിലത്തെഴുത്തുകൾ ഉൾപ്പെടെ 2 നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ പൊരുളുകൾ എന്നും മറ്റൊരു നോവലും നിലത്തെഴുത്തുകളും. ഈ 2 നോവലുകളും എഴുതിയിട്ടുള്ള, അപ്പോൾ പലപ്പോഴും കവികൾ നോവൽ എഴുതുക എന്ന് പറയുന്നത് പുതിയ കാലത്ത് സത്യത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല, പലരും എഴുതാറുണ്ട്. എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയാന്വേഷണം എന്ന് പറയാൻ എനിക്ക് പേടിയില്ല ഇവിടെ. അങ്ങനെ തന്നെയാണ് ആ നോവലിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആത്മാന്വേഷണത്തിൻ്റെ പാതകളെ കൂടുതൽ അന്വേഷിച്ചു പോകുന്ന ഒരാളായിട്ട് നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരാൾ ഒരുപക്ഷെ വായനക്കാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഞാൻ ഏറെ സഞ്ചരിച്ചിട്ടുള്ള ഈ കടുത്തുരുത്തി പ്രദേശത്ത് ഈ അടുത്തും MR രാധാമണി എന്ന കവിയെ കാണാനൊക്കെ പോകുമ്പോൾ രാധാമണി ചേച്ചി തന്നെ ഫേസ്ബുക്കിൽ ഒരിടത്ത് എഴുതി ഇട്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആയാങ്കുടിയിൽ അദ്ദേഹം താമസിച്ചിരുന്നു അത്രേ. അപ്പോഴേ രാധാമണി ചേച്ചിയുടെ വീട്ടിൽ ചെന്നിരുന്ന് അവരെ കവിത എഴുതാൻ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കവിതകളെക്കുറിച്ച് വായിച്ച് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സഹോദരനായിട്ട് അദ്ദേഹത്തെ കണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പടിയിറങ്ങുന്നു എന്ന് പറയുന്ന കവിതാ സമാഹാരം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കൃതിയാണ്. കാരണം ആ കവിതകൾ എനിക്ക് കിട്ടാൻ കാരണം ബഹുമാന്യനായ ശ്രീ CS മുരളി എനിക്കത് ആവശ്യപ്പെടാതെ തന്നെ സ്കാൻ ചെയ്തു തന്നു. ഞാനായിട്ട്
അത് പ്രിന്റ് എടുത്തപ്പോൾ വേണ്ടത്ര വായിക്കാൻ പറ്റുന്ന തെളിച്ചത്തിലല്ലെങ്കിലും ആ കവിതകളുടെ ഒരു മൊത്തത്തിൽ എനിക്ക് പെട്ടെന്ന് തൊട്ടറിയാൻ പറ്റി. അപ്പം മലയാളത്തിന്റെ പല പാരമ്പര്യങ്ങൾക്കകത്തും പ്രത്യേകിച്ച് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, 1930-കൾ മുതൽ ആരംഭിച്ചിട്ടുള്ള കേരളത്തിലെ സാമൂഹ്യ മാറ്റവും കവിതയും ഒന്നിച്ചു നിന്ന എല്ലാ ഇടങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു കവി സാന്നിധ്യമുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ കുമാരനാശാനെ സാമൂഹ്യ മാറ്റത്തിന്റെ വലിയ വിപ്ലവകാരിയായ കവിയെന്ന് നമ്മൾ പറയാറുണ്ട്. ശരിയാണ്, ഉണ്ടശ്ശേരി അത് ഉറപ്പിച്ചു പറഞ്ഞു, വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ദുരവസ്ഥ എഴുതുന്ന ഈ 1900 ആ പ്രത്യേക കൊല്ലത്തിന് എത്രയോ കാലം മുമ്പ് തന്നെ ജാതിക്കുമ്മി എന്ന കവിതയിലൂടെ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയിട്ടുണ്ട്. ജാതിക്കെതിരായ വർത്തമാനങ്ങൾ നിരന്തരം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ, വളരെ സാധാരണക്കാരായ, ഒരുപക്ഷെ സ്കൂളിൽ പോയി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, സംസ്കൃതമോ മലയാളമോ ഒന്നും അറിയാത്ത, എഴുതാൻ അറിയാത്ത ആളുകൾക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ അമ്മാനക്കുമ്മി വൃത്തത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ, ഒരു വാല സമുദായത്തിൽ ജനിച്ചു വളർന്ന കീഴാളനായ, ജീവിതകാലം മുഴുവൻ ജാതിക്കെതിരായി പോരാടിയ പണ്ഡിറ്റ് കറുപ്പൻ എഴുതി. പക്ഷെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന കൃതി 1924 വന്നിട്ടുള്ള ഈ ദുരവസ്ഥയാണ്. അപ്പൊ കുമാരനാശാനേക്കാൾ മികച്ച ജാതിവിരുദ്ധ കവിത എഴുതിയ പണ്ഡിറ്റ് കറുപ്പനെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. മറക്കപ്പെട്ട കവികളുടെ കൂട്ടത്തിലാണ് അദ്ദേഹത്തിന് എപ്പോഴും സ്ഥാനം ഉണ്ടായിരുന്നത്. കറുപ്പൻ മാത്രമല്ല, ഒരുപക്ഷെ പറയാവുന്നത് മൂലൂരിനെ കുറിച്ചും കൂടി പറയാവുന്നതാണ്. സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ. പേരിൽ പണിക്കരുണ്ടെങ്കിലും അദ്ദേഹം ഒരു ഈഴവനായിരുന്നു, അവഗണിക്കപ്പെട്ട മറ്റൊരു കവിയാണ്. അദ്ദേഹം കുറുമ്പൻ ദൈവത്താന് വേണ്ടിയിട്ട് കുലവൃത്തങ്ങൾ എഴുതി കൊടുക്കുകയുണ്ടായി. അപ്പൊ ഇവരെല്ലാം ചെയ്തിട്ടുള്ളത് അക്കാലത്തെ അവർ ജീവിച്ചിരുന്ന പരിസരത്തുള്ള അവരുടെ തന്നെ സമകാലികരായ അധസ്ഥിത വർഗത്തിന്റെ ഒരുതരം ദൈനംദിന ജീവിതത്തെ സ്പർശിച്ചു നിൽക്കുന്ന ഭാഷയും പരിചരണവുമാണ് അവരുടെ കവിതകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. കുമാരനാശാൻ വലിയ കവിയാണ്, എന്നെ സംബന്ധിച്ച് വളരെ ആരാധ്യനായ ഒരു കവി തന്നെയാണ്, സംശയമില്ല. പക്ഷെ അദ്ദേഹം ഈ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന ആവിഷ്കാര മാധ്യമം പലപ്പോഴും വരേണ്യമായിട്ടുള്ള, കൂടുതൽ ആശാൻ ഒരുപാട് ഭാഷകൾ അറിയായിരുന്നു, ബംഗാളിയും ഒക്കെ അറിയുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ അനുശീലനം ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് കുമാരനാശാന്റെ കവിതകളിലേക്ക് നമുക്ക് കടന്നു കയറാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ജനസാമാന്യത്തിന്റെ കവിത എഴുതുവാനുള്ള ദൗത്യം നിർവഹിച്ച പലരും ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. പിന്നീട് വരുമ്പോഴേക്കും നമുക്ക് ഈ വെട്ടം വെളിച്ചമൊക്കെ ഉള്ളൊരു കാലഘട്ടം, പ്രത്യേകിച്ച് 50-കൾക്ക് ശേഷമുള്ളൊരു കാലഘട്ടം, അച്ചടി വളരെ സർവ്വസാധാരണമായിട്ട് നിരന്തരം പുസ്തകങ്ങളൊക്കെ ഇറങ്ങുന്ന കേരളീയ പൊതുമണ്ഡലം രൂപപ്പെടുന്ന ആ ഒരു സവിശേഷ ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ 50-കളിൽ തീർച്ചയായിട്ടും 60-ലും 62-ലാണ് ശ്രീ സണ്ണി കവിക്കാട് ജനിച്ചത്. 2012-ൽ മരിക്കുന്നു. എത്ര ചെറിയ കുറച്ചു കാലം മാത്രം ജീവിച്ച ഒരാൾ. അതിലേറെയും എനിക്ക് അദ്ദേഹത്തിന്റെ ഹൃദയം ശരിക്കും കാണാൻ പറ്റും. ഒരു ഇരുള് മൂടിയ, അതല്ലെങ്കിൽ എപ്പോഴും ഒരു നിശ്വാസം പുറപ്പെടുവിക്കുന്ന ആ സ്പന്ദനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേ ഒരു ചേരുവയിൽ തന്നെയാണ് ആ കവിതകളും നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ കവിതകൾ പടിയിറങ്ങുന്നു എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം വിശ്വസിച്ച് വെച്ച എന്തിലൊക്കെയോ നിന്ന് പടിയിറങ്ങി പോകുന്നതിൻ്റെ, പലപ്പോഴും വിട്ടു പോകുന്നതിൻ്റെ ഒരു സന്ദർഭമാണ് ഈ കവിതകൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത് വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പം മലയാളത്തിലെ പ്രധാനപ്പെട്ട 3-4 കവികളെങ്കിലും ഈ പറഞ്ഞ വിപ്ലവത്തിന്റെ പാതയിൽ സഞ്ചരിക്കുകയും നിരന്തരമായിട്ട് അത്തരം കാര്യങ്ങളെ അയവിറക്കുകയും, കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയുണ്ടായി, എന്താണ് മലയാള സാഹിത്യത്തിൽ നടക്കുന്നത്? വെറും അയവിറക്കലല്ലേ, വെറും അയവിറക്കൽ സാഹിത്യമാണ്. പഴയ നൊസ്റ്റാൾജി അല്ലെങ്കിൽ പഴയ കുറെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പുതിയതായിട്ട് ഒന്നും പറയുന്നില്ലല്ലോ ആരും, എല്ലാം ഒരു അയവിറക്കൽ സാഹിത്യമാണ് എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഈ കവികളെ ഒക്കെ വായിച്ചാണ് ഞാൻ ഡിഗ്രി ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ട് പിന്നെ മലയാളം എടുത്ത ആളാണ്. അപ്പൊ സാഹിത്യത്തോടുള്ള താല്പര്യം കൊണ്ട് മലയാളം പ്രൈവറ്റായി പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പൊ ഈ കവിതകളൊക്കെ വായിക്കുമ്പോൾ വലിയ ഇഷ്ടത്തിൽ വായിച്ചിരുന്ന പല കവികളും, അതിൽ എനിക്ക് KGS വേറിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹവും ഒരു വിപ്ലവത്തിന്റെ ഒരു പ്രത്യേക ഘട്ടം പിന്നിട്ട ആളാണ്. അദ്ദേഹത്തിന്റെ കവിതകൾ പുതിയ കാലത്തേക്ക് മാറുമ്പോൾ അവയുടെ സ്വരം മാറുന്നുണ്ട്. വളരെ നന്നായിട്ട് അദ്ദേഹം ഈ വിപ്ലവകാരിയുടെ പുതിയ കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ വീട് വിട്ടിറങ്ങിപ്പോയവർ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും
തൻ്റെ ആന്തരിക ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ തന്നെ ഒരു ആന്തരികതയെ തിരിച്ചറിയുന്നതായിട്ടൊക്കെ വരുന്ന കവിതകൾ, ഒരുപാട് കവിതകൾ, ഞാൻ ഒത്തിരി ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല, അതിനെപ്പറ്റി ഞാൻ എഴുതിയിട്ടുമുണ്ട്. അപ്പൊ ഈ തിരിച്ചു വരുന്ന വിപ്ലവകാരി, വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വിപ്ലവകാരി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു അൺലേണിംഗ് ആണ്. അത്തരം ഒരു വേറെ തരം ജീവിതങ്ങളെയും കൂടി തിരിച്ചറിയാവുന്ന ഒരു സ്പേസ് അല്ലെങ്കിൽ അത്തരം ഒരു സ്പാനിലേക്ക് കവിത നിൽക്കുമ്പോൾ കൂടുതൽ ജനാധിപത്യവാദിയാകാൻ, ഒരുപക്ഷെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഒരു ഇലയുടെ മറുപുറം കൂടി നോക്കി അത് കാണാൻ പറ്റുന്ന വിധത്തിൽ വളരെ സരളമായ ജീവിത മുഹൂർത്തങ്ങളെ കൂടി കാണാൻ, അവയെ കൂടി മാനിക്കാൻ, ഏറ്റവും ചെറുതായിട്ടുള്ള ആളെ കൂടി പരിഗണിക്കുന്ന രീതിയിലേക്ക് കാവ്യ രചനയുടെ ഒരു നോട്ടം മാറുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഈ കവിതകളിലേക്ക് പോകുമ്പോൾ നിരവധി ഇദ്ദേഹത്തെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ, സത്യം പറഞ്ഞ ഈ ചെറുതായാണെങ്കിലും കുറച്ച് കവിതകളാണെങ്കിലും അതിൽ കൂടി എനിക്ക് ഉണ്ടായിരുന്ന ഒരു ടാസ്ക്. ഞാൻ എപ്പോഴും എത്തേണ്ടതെന്ന് വെച്ചാൽ ആർക്കും പറയാട്ടോ, ഇവിടെ അധ്യക്ഷമില്ലാത്തതുകൊണ്ട് സമയം അധികം എടുക്കണ്ടെങ്കിലും ബോറടിക്കണ്ടെങ്കിലും ഒക്കെ പറയാം. ഞാനൊരു അധ്യാപികയായി പോയുണ്ട്, വിശദവും സൂക്ഷ്മമായി സംസാരിക്കേണ്ടത് ഒരു പ്രത്യേകിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു അനുസ്മരണം എന്ന് പറയുന്നത് കൊണ്ടും ഒക്കെ തന്നെ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ പിന്മടക്കം നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേ ഇത് എല്ലായ്പ്പോഴും സംഭവിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ മുന്നോട്ട് പോക്കിന് ഇത് ആവശ്യമാണ്. വിപ്ലവം അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റം എന്ന് പറഞ്ഞാൽ എടുത്തു വെച്ച പോലത്തെ ഒരു സാധനമല്ല. ഇന്നിപ്പോൾ നിങ്ങൾ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ എന്താ പറയുക, മുസ്ലിങ്ങളെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ? നമ്മൾ ഒരു കാലത്ത് പിന്നെ പാടത്ത് പണിയെടുക്കുന്നവരെ കുറിച്ചും വർഗരാഷ്ട്രീയത്തിന്റെ കഥനങ്ങളാണ് നടത്തിയതെങ്കിൽ പുതിയ കാലത്ത് ഈ പ്രത്യേകതരം ദേശീയതയുടെ പേരിലുള്ള വിവേചനങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പൊ സമകാലികമായി ചിന്തിക്കുക അല്ലെങ്കിൽ സമകാലികവൽക്കരിക്കുക എന്ന് പറയുന്നത് സാഹിത്യത്തെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചാണ്. അതിന് പകരം നമ്മൾ ഇപ്പോഴും മഞ്ഞത്തച്ചി പൂങ്കല പോലെ എന്ന് പറയുന്ന രീതിയിൽ കവിത എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. രസമാണ് കേട്ടിരിക്കാൻ. നമ്മൾ സ്കൂളിൽ പഠിച്ചതിന്റെ നൊസ്റ്റാൾജി ആയിട്ട് നേരത്തെ പറഞ്ഞ അയവിറക്കൽ നടക്കും, ഭംഗിയായി നടക്കും. പക്ഷേ നമ്മൾക്ക് പുതിയൊരു അർത്ഥോൽപാദനം, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം പകച്ചു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ, ജോലിയില്ലാത്തൊരു പെൺകുട്ടിയുടെ, അല്ലെങ്കിൽ എന്താ പറയാ, ഈ പുതിയ കാലത്തിനെ നേരിടാൻ പറ്റിയ ഒന്നും നമുക്ക് സാഹിത്യത്തിൽ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ എപ്പോഴും പിന്നോട്ടുള്ള നോട്ടങ്ങൾ ആവശ്യമാണ്. തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള ദിശാ വ്യതിയാനങ്ങളെ സൃഷ്ടിക്കുന്ന അവയാണ്. കുഞ്ഞുണ്ണി മാഷൊരു വരി പറയുന്നുണ്ട്, പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നോട്ട് പോകുന്ന ഇതാളുകൾ. പിന്നിലേക്ക് മാത്രമേ കാലുകൾ മടങ്ങുകയുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ നോട്ടങ്ങളെ പലപ്പോഴും ചരിത്രപരമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭം കൂടി നമ്മളോട് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ കവിത ചെയ്യുന്ന ഒരു കാര്യം, കവിത ചെയ്യുന്നത് പലപ്പോഴും നേരിട്ട് കാര്യങ്ങളെ ഇങ്ങനെ പറയുകയല്ല, മറിച്ചൊരു ഭാവനയിലൂടെ നടത്തുന്ന ഒരു അട്ടിമറിയാണ് കവിതയിലൂടെ പലപ്പോഴും സംഭവിക്കുന്നത്. ഒരു കുഞ്ഞു കഥ ചുരുക്കി പറയാം. എന്താ വെച്ചാൽ ഒരാൾ ജോലി തേടി ഇങ്ങനെ അലയാണ്. ആ ആൾ ജോലി തേടി അങ്ങനെ അന്വേഷിച്ച് ചെന്നിട്ട് ഒരു ധനികന്റെ വീട്ടിൽ ചെന്ന് വിട്ടു. അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. കാരണം അയാൾ വളരെ ചെറിയ ഒരാളാണ്, വലിയ ആരോഗ്യമൊന്നുമില്ല, ഒരു കുള്ളനാണ്. അപ്പൊ അയാളെ പിടിച്ചവിടെ ജോലിക്ക് നിർത്തി കഴിഞ്ഞപ്പോൾ കുറെ പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പൊ അയാളിങ്ങനെ പണിയെടുത്ത് കഷ്ടപ്പെടുകയാണ്. കൂടാതെ ഈ യജമാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആളുകൾ വരുമ്പോൾ കുരങ്ങ് ചാടണ പോലെ ചാടാൻ പറയും, പട്ടി കുരയ്ക്കണ പോലെ കുരയ്ക്കാൻ പറയും, ഇങ്ങനെ പരിഹസിക്കല. അങ്ങനെ ഇയാൾ സഹി കെട്ടു, നിശബ്ദമായി സഹിച്ചു. ഒരു ദിവസം രാവിലെ ഇയാളെ യജമാനോട് പറഞ്ഞു, യജമാനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഇയാൾക്ക് സംസാരശേഷി ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലാവണേ. അപ്പൊ യജമാനൻ ചോദിക്കും, എന്താണ് നിനക്ക് പറയാനുള്ളത്? അപ്പൊ പറയും, ഞാനൊരു സ്വപ്നം കണ്ടു. ഓ, നിന്റെ സ്വപ്നം ഞാൻ എന്തിനു കേൾക്കണം? അല്ല, അതിൽ യജമാനും ഉണ്ടായിരുന്നു, എന്നാ പറഞ്ഞു തൊലയ്ക്ക് എന്ന് പറയാണ്. അപ്പൊ എന്താ പറയണേ, നമ്മൾ രണ്ടുപേരും മരിച്ചു പരലോകത്ത് പോയി. പരലോകത്ത് ചെന്നപ്പോ പരലോകനാഥൻ നമ്മളെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി. ഒരു കുപ്പി തേൻ തന്നിട്ട് അങ്ങയുടെ മുഖത്ത് മേലൊക്കെ പരട്ടാൻ പറഞ്ഞു. നല്ലത്. യജമാന്റെ മേലെ തേൻ പുരട്ടി. ഒരു കൊട്ടം മലം തന്നിട്ട് അത് എൻ്റെ മേൽ പുരട്ടാനും പറഞ്ഞു. വൃത്തികെട്ടോ, നിനക്ക് അത് തന്നെ വേണം എന്ന് യജമാനൻ പറഞ്ഞു. എന്നിട്ട് നമ്മളെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി. എന്നിട്ട് പരസ്പരം നക്കാൻ പറഞ്ഞു. ഇത് പറഞ്ഞതും ആ അടിമയുടെ വേലക്കാരന്റെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി. അങ്ങനെയാണ് ആ കഥ നിൽക്കുന്നത്. ഒരു ആഫ്രിക്കൻ അമേരിക്കൻ കഥയാണ്. അപ്പൊ ഇതൊരു ഭാവനയുടെ ഒരു ട്വിസ്റ്റാണ്. ഇത്തരത്തിൽ പലപ്പോഴും നമുക്ക് എഴുത്ത് ലോകത്തിലൂടെ സാധ്യമാകുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ, അതല്ലെങ്കിൽ നമ്മുടെ ഈ ശ്രേണീബദ്ധമായിട്ടുള്ള ജാതിയുടെ ആവട്ടെ, ലിംഗത്തിന്റെ ആവട്ടെ, മറ്റ് മൂലധനത്തിൻ്റെതാവട്ടെ, അത്തരത്തിലുള്ള അധികാര രൂപങ്ങളെ പറിച്ചറിയാൻ പാകത്തിലുള്ള പലതരത്തിലുള്ള, ഇപ്പൊ ഞാൻ അമോസ് ചുറ്റുവള്ളയുടെ ഒരു പുസ്തകം ഇവിടെ സജു കൊണ്ടുവന്നത് ശ്രദ്ധിക്കായിരുന്നു. അമോസ് ചുറ്റുവള്ള ഇതുപോലത്തെ ഒരു കഥാകൃത്താണ്. വലിയ രീതിയിലുള്ള അട്ടിമറി സാധ്യതയുള്ള, വലിയ ഫാന്റസി ഒക്കെ എഴുതുന്ന, അതിനെല്ലാം അങ്ങനെ ഒരു പ്രസക്തിയും കൂടി ഉണ്ട്.
അങ്ങനെ കവിത കൊണ്ട് സാധിക്കുന്ന ഒന്ന് എന്നുള്ള നിലയ്ക്കാണ് സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചുള്ള ഇത്തരം അട്ടിമറി സാധ്യതകൾ കവികൾ അന്വേഷിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം എഴുതി തുടങ്ങിയ കാലം, പ്രത്യേകിച്ച് നല്ല എഴുത്തിലേക്ക് കടന്നു വന്ന 80കൾ, ഈ 80കളിലെ കവിതകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരു വശത്ത് വളരെ കത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കവിതകളിൽ നേരത്തെ പറഞ്ഞ പോലെ യാത്രാമൊഴി പോലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, സ്വയം ബലിയർപ്പിക്കുന്നു, ചോരയൊഴുക്കുന്നു, ഏകാന്തനായി നടക്കുന്നു, സ്വയം ഭ്രഷ്ടത, ഇത്തരത്തിലുള്ള ഉച്ചസ്വരങ്ങളിലൂടെ കവിതകളിലൂടെ സംസാരിക്കുന്ന ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരു വശത്ത് വേറെ തരം, അതിനോട് സമാനമായ തരത്തിൽ എന്നാൽ വ്യത്യസ്തമായ വേറെ ചില രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പന്റെ കവിതകൾ വരുന്നു. തികച്ചും വ്യത്യസ്തമായ വേറൊരു ധാരയായിട്ട് വിനയചന്ദ്രൻ നിൽക്കുന്നു. ഈ 3 കവികൾക്കും പൊതുവായുള്ള ഈ അവധൂത രീതിയിലുള്ള ഒന്ന് വേണമെങ്കിൽ 80കളിലെ കവിതയ്ക്ക് പറയാൻ പറ്റും. അതേസമയം നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ എഴുതിയിരുന്ന സുഗതകുമാരിയെ പോലെയുള്ള ആളുകൾ ഈ അകത്തിരുന്നുകൊണ്ട് ഈ ജനലിൽ കൂടി കാണുന്ന പ്രകൃതിയോടും അതുപോലെ മണ്ണിനോടും ഒക്കെ സംവദിച്ചുകൊണ്ട് ഉള്ളിൽ ഒരുതരം വിങ്ങലും നൊമ്പരങ്ങളും ഒക്കെ ആയിട്ട് എഴുതുന്ന ഒരു പതിഞ്ഞ സ്ത്രൈണ കാൽപ്പനികയുടെ വേറൊരു ലോകവും കാണാൻ പറ്റും. ഈ സമയത്താണ് നമ്മുടെ സണ്ണി കവിക്കാടിന്റെ കവിതകളെ 80കളിൽ എഴുതപ്പെട്ട ഈ കവിത എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം വരുന്നത്. ഇദ്ദേഹത്തിന്റെ കവിതകൾ നോക്കി ഞാൻ അതിനകത്ത് നോക്കി, ഒരുപാട് പേരുകളിൽ പോലും ഈ ബലിസങ്കല്പമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഈ എന്താ പറയുക, ബലിയാടുകളുടെ വെളിപാടുകൾ. അപ്പൊ ഇത്തരം ഈ ബലിസങ്കല്പം എങ്ങനെ രൂപപ്പെടുന്നു, ഇതിന്റെ ഒരു ഉത്തരം ഒരു പക്ഷേ ഈ നോവലിന്റെ ഇതിലേക്ക് കടക്കാൻ സമയമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അതിന്റെ PDF ഒക്കെ പിടിച്ചു പറിച്ച് സജുവിൻ്റെ നിന്ന് വാങ്ങിച്ചിരുന്നു, ഒന്ന് കടന്നു പോകാൻ വേണ്ടി. കുറച്ച് സമയം അതിൽ കൂടെ ഒന്ന് ഓടി കടന്നുപോയി. നിറയെ അതെങ്ങനെ ആ ഒരു രൂപം, ആ ഒരു സൈക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പൊ സ്വയം ബലി കൊടുക്കുക, നേരെ ചെന്ന് ജയിലിൽ കയറുക, അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ബൂട്ടിനടിയിൽ ഞെരിഞ്ഞമരും. കല്ലറ ബാബു ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ അതിങ്ങനെ ഓർത്തു പോവുകയാണ്. അത്തരം മനുഷ്യരുടെ സൈക്ക് എന്താണ്, അവരുടെ ഒരു ജീവിതത്തിന്റെ എന്താ പറയുക, അവരുടെ വൈകാരികതയുടെ സൂക്ഷ്മമായിട്ടുള്ള അങ്ങനെ പല പല കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ വേണ്ടത്ര അർഹയല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, ഇത്തരം ഈ ബലിസങ്കല്പം അത് ഹൈന്ദവമായ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് സ്വയം ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്തുവിന്റെ രീതിയിലുള്ള ആ ക്രിസ്തുവിനെ കൂടുതലായിട്ട് അതല്ലെങ്കിൽ ബിബ്ലിക്കലായിട്ടുള്ള ഒരു നോവലാണ് ഇന്നിവിടെ പ്രകാശനം നടത്താൻ പോകുന്നത്. അങ്ങനെയുള്ള ആ കവിതയിൽ എങ്ങനെയാണ് സണ്ണി കവിക്കാട് വ്യവഹരിച്ചത്? അപ്പൊ പതുക്കെ 90കളിലേക്ക് വരുമ്പോൾ ഈ കുറച്ചും കൂടി ഉത്തരാധുനികതയുടെ ചർച്ചകൾ കവിതയിലേക്ക് വരുന്നു. സ്ത്രീയെ കുറിച്ച് പറയുന്നു, ദളിത് ജീവിതാവസ്ഥകളെ കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നു, നിരവധി ട്രാൻസ്ലേഷൻസ് വരുന്നു. പിന്നെ അത് ദളിത് രാഷ്ട്രീയം തന്നെ പല ധാരകളാവുന്നുണ്ട്. അത് വർഗരാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദളിത് രാഷ്ട്രീയത്തിന്റെ മുഖം ഉണ്ട്. കൂടാതെ ആത്മീയമായ വഴികളിലൂടെ ഒരു റിവൈവലിസ്റ്റ് രീതിയിലുള്ള ദളിത് ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്ന വേറെയും ഇതുണ്ട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഒക്കെ ചേർന്ന് നിൽക്കുന്ന അത്തരം ദളിത് രാഷ്ട്രീയം പറയുന്ന ആളുകളും ഉണ്ട്. ഒരു തരത്തിൽ മാത്രമല്ല. അപ്പൊ ഇന്ത്യ മുഴുവൻ കണ്ടിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ദളിത് പാന്തർ പ്രസ്ഥാനത്തിന്റെ വലിയൊരു ഉപജ്ഞാതാവായിരുന്ന നാംദിയോ ധസാൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം പൂനെയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഓടയുടെ കവിതയാണ് താൻ എഴുതുന്നതെന്ന് പറഞ്ഞു. എൻ്റെ കവിതകളിൽ പച്ചത്തെറി കാണും. എൻ്റെ അമ്മയെ എന്താ പറയുക പ്രാപിക്കാൻ വരുന്ന, എൻ്റെ അമ്മ ശരീരം വിൽക്കുന്നവളാണ്, വേശ്യയാണ്, ഗോൽപിത എന്ന തെരുവിലാണ് ഞാൻ ജനിച്ചു വീണത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സമാഹാരത്തിന്റെ പേരും ഗോൽപിത എന്നാണ്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ പ്രാപിക്കാൻ വരുന്ന വൃത്തികെട്ട വാക്കുകൾ പറയുന്ന, തെറി പറയുന്ന, കള്ളു കുടിക്കുന്ന, വൃത്തിയില്ലാത്ത വേഷം ധരിച്ചിട്ടുള്ള പരുക്കന്മാരായിട്ടുള്ള ലോറി ഡ്രൈവർമാർ പറയുന്ന തെറികളും ഒരു പക്ഷേ എൻ്റെ കവിതയിലുണ്ടാവും. ഞാൻ അവിടെ തൊട്ടിലിൽ കിടന്ന് ഉറങ്ങുമ്പോൾ അതിൻ്റെ മറയിലാണ് എൻ്റെ അമ്മ ശരീരം വിറ്റത് എന്നൊക്കെ പറയുന്ന ക്രൂരവും അതുപോലെ തന്നെ ക്ഷോഭിപ്പിക്കുന്നതുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ദളിത് കവിതയിലേക്ക് എമ്പാടും നിറയെ, ഒരാൾ മാത്രമല്ല, ബാബുറാവ് ബാഗുൾ, അങ്ങനെ ഇന്ത്യൻ ദളിത് കവിതയുടെ വലിയൊരു കലങ്ങി മറിയൽ ഈ 90കളുടെ ട്രാൻസ്ലേഷനിലൂടെയാണ് കേട്ടോ അത് കിട്ടുന്നുണ്ട്. അതിന് വലിയ രീതിയിലുള്ള വിനിമയങ്ങൾ മലയാളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കവിതയ്ക്കകത്ത് പിന്നെ സമാഹാരങ്ങൾ വരുന്നു, കറുത്ത കവിത, തടവറ കവിതകൾ, ഇങ്ങനെയുള്ള കവിതകൾ വരുന്നു. നക്സലൈറ്റ് വിപ്ലവത്തിന് ശേഷം പിന്നീട് ആളുകൾ, ജയിൽ വിമോചിതരായ ആളുകൾ അവരുടെ ആത്മകഥകൾ പറയുന്നു. അതിൽ തന്നെ പലതരം സ്വരങ്ങളുടെ ഭിന്നതകൾ വരുന്നു. പല രാഷ്ട്രീയമായിട്ടുള്ള ഭിന്നിപ്പുകൾ മൂലം പാർട്ടി പിളരുന്ന ഘട്ടം ഒക്കെ വരുന്നു. ഇങ്ങനെ വരുന്ന ഈ സംവാദങ്ങൾക്കകത്ത് പിന്നെ അതിൽ ഒരുപാട് ആളുകളുണ്ട്. എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ഒത്തിരി ആൾക്കാരെ ഞാൻ ഓർക്കുന്നു. സലീം കുമാർ, അതേപോലെ ഇവിടെ തന്നെ ജീവിച്ചിരുന്ന നാരായൺ, ഇവിടെ അടുത്ത് എവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്, മരിച്ചുപോയെങ്കിലും അങ്ങനെ പലരും പിന്നെ
നേരത്തെ പറഞ്ഞ KK കൊച്ച്, ഇവരൊക്കെ ഉൾപ്പെടുന്ന പല ധാരകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ധാരകൾക്കകത്ത് ഇദ്ദേഹം ഇതിനെല്ലാം നോക്കിക്കണ്ടിരുന്ന ഒരാളായിരുന്നിരിക്കണം. അല്ലാതെ ഇത്രയും വൈവിധ്യത്തോടു കൂടി ഇത്രയും നീറി കവിത എഴുതാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നു എന്ന് തോന്നുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് കവിതകളിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ശ്രീ മുരളിയും സൂചിപ്പിച്ചു, ഈ വാമൊഴിയുടെ ഒരു വലിയ സാധ്യത അദ്ദേഹം ഉപയോഗിക്കുകയാണ്, കവിതകളിൽ കൊണ്ടുവരികയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ദാഹം എന്ന് പറയുന്നതിന് പകരം താകം എന്ന് പറയുകയാണ്. അതേപോലെ ദേശം എന്ന് പറയുന്നതിന് പകരം ദേശം എന്ന് പറയുകയാണ്. അപ്പൊ അതിനൊരു ആധികാരികത നേടിക്കൊടുക്കുകയാണ്. നമ്മൾ ചെറിയ കുട്ടികൾ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ തന്നെ നമ്മൾ അവരോട് സംവദിക്കുമല്ലോ, അത് അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയാണ് എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള കവിതകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ സമയം എടുക്കുമെന്നുള്ളതുകൊണ്ട് അത് വായിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ തീക്ഷ്ണമായിട്ടുള്ള ഒരുപാട് ബിംബകൽപ്പനകൾ, സൂര്യനൊന്ന് തെളിക്കുവാൻ രാവു വെട്ടിക്കീറടി, സൂര്യനൊന്ന് തെളിക്കുവാൻ രാവു വെട്ടിക്കീറടി ഒരു പ്രയോഗമാണ്. ആ വിറക് കീറുന്ന അനുഭവമുള്ള ഒരാൾക്കാണ് ഇങ്ങനെ എഴുതാൻ പറ്റുക. വിറക് വെട്ടിക്കീറുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അത്. ഭൂമിയെ തകിടം മറിക്കാൻ അച്ചുതണ്ടരിയടി, ഭൂമിയെ തകിടം മറിക്കാൻ അച്ചുതണ്ടരിയടി എന്നാണ്. മാനത്തെ പൂക്കളെ വാരി വാരി കൂട്ടടി, എണ്ണി എണ്ണി പറയടി, ആറുവാരെ അകലെ നിന്നവൻ രാവിലോല മറയിൽ മുട്ടുന്നു, ആറുവാരെ അകലെ നിന്നവൻ, അല്ലെ? ഒരു ദളിത് സ്ത്രീ അനുഭവമാണ് ഈ കവിതയ്ക്കകത്ത് ഉള്ളത്. വേറെ ഒരു കവിതയ്ക്കകത്ത്, ഈ താകം എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് ഒരു ദളിത് സ്ത്രീ അനുഭവമുണ്ട്. കുഞ്ഞിനെ പെറ്റ ഉടനെ കുഞ്ഞിനെ കിടത്തി ഉറക്കിയിട്ട് പണിക്ക് പാടത്തേക്ക് ഇറങ്ങുകയാണ്. തിരിച്ചു വരുമ്പോൾ കുഞ്ഞ് ഉറുമ്പരിച്ച്, ചോര കുഞ്ഞാണ്, അതിനെ ഉറുമ്പരിച്ച് കൊന്നിരിക്കുന്നു. ആ സ്ത്രീയുടെ, അത് മലയാളത്തിൽ ഒരു പക്ഷേ ഒരു കാനോൻ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ താരാട്ടുപാട്ടായി നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഇരയിമ്പൻ തമ്പിയുടെ പാട്ടാണോ ഇതാണോ പരിഗണിക്കപ്പെടേണ്ടതെന്ന്. അപ്പോൾ അല്ലേ, ആലോചിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സാഹിത്യ ചരിത്രങ്ങളിലെ അട്ടിമറികളും ഒക്കെ തന്നെ പ്രധാനമായിട്ട് മനസ്സിലാവും. ഇങ്ങനെ തകർച്ചയുടെ കാഴ്ച, അതിലുമുണ്ടൊരു സ്ത്രീ നോട്ടം തീർച്ചയായിട്ടും ഉണ്ട്. 3 രൂപയ്ക്ക് ഉടുമൺ കഴിക്കുന്നവൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ധസാലൊക്കെ തുറന്നെഴുതിയ ഒരുപാട് പേര് എഴുതാറില്ല. അത്തരം കാര്യങ്ങൾ സ്വന്തം അമ്മയെക്കുറിച്ചുള്ള ഒരു, അല്ലെങ്കിൽ അമ്മ ഏറ്റുവാങ്ങുന്ന അപമാനങ്ങളെ പറ്റി പൊതുവെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ധ്രുവനക്ഷത്രമല്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിമാഷ്ട കവിതകളൊക്കെ കുറേ ഉണ്ട്. അമ്മയെപ്പറ്റി ഒത്തിരി കവിതകൾ പലരും എഴുതിയിട്ടുണ്ട്, പല പുരുഷന്മാരും അമ്മയെപ്പറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷെ അമ്മ അനുഭവിച്ച സദാചാരപരമായി വിചാരണ, എൻ്റെ അമ്മയ്ക്ക് ഭർത്താവില്ലായിരുന്നു, അമ്മയ്ക്ക് അച്ഛനില്ലാതെ ഉണ്ടായ കുട്ടിയാണ് ഞാനെന്ന് പലരും എഴുതാൻ മടിക്കാറുണ്ട്, പലരും എഴുതിയിട്ടില്ല. അതൊക്കെ പിന്നീട് വരുന്ന ആത്മകഥകളിലോ മറ്റോ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഈ നോവലിലേക്ക് വരട്ടെ, ഞാൻ പറയട്ടെ, അതിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഫാദർ ഫിക്സേഷനാണ്. നോവലിലേക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ട് പറയാം. അപ്പോൾ അതേപോലെ അതിൽ വരുന്ന വേറൊരു ചിത്രം, പഴകിയ കഞ്ഞിവെള്ളത്തിനായി പരസ്പരം ആക്രമിച്ച് പോരടിച്ച് തളർന്നിരിക്കുന്ന കുട്ടികളെ പറ്റിയിട്ട് ഈ പറഞ്ഞ തകർന്ന കാഴ്ച എന്ന് പറയുന്ന കവിതയിലൊക്കെ വരികയാണ്. ഇടശ്ശേരിയുടെ ഒക്കെ കവിതയിൽ നമ്മൾ പഴയ കാലത്ത് അത് വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ പണിമുടക്കം പോലത്തെ കവിത, പുത്തൻകല, അരിവാളും ഒക്കെ പോലത്തെ കവിതയിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒക്കെ പറയുന്നത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിന്റെ ഭാഷ്യം, എന്താ പറയാ, മലയാളത്തിലെ ആധുനികതയുടെ ഒരു അവസാന ഘട്ടം, ആ മാറി വരുന്ന അവസാന ഘട്ടം, ചുള്ളിക്കാടും വിനയചന്ദ്രനും അതേപോലെ അയ്യപ്പനുള്ള അവസാന ഘട്ടത്തിൽ കവിതയിൽ വന്ന് ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന സണ്ണി കവിക്കാടിനെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പിന്നെ കവിതയിൽ ഒരു തരം കാൽപ്പനിക ആധുനികത പരീക്ഷിക്കുന്നുണ്ട്. ചില കവിതകളിലെങ്കിലും അത് കാണാൻ പറ്റും. പൂർണ്ണമായും ഈ വർഗരാഷ്ട്രീയത്തിന്റെയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഏകാഗിയുടെയോ അവധൂതന്റെയോ കവിതകളല്ല, ഒരു തരം കാൽപ്പനിക ആധുനികത ഇദ്ദേഹത്തിന്റെ കവിതകളെ പിടികൂടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇതിന്റെ രണ്ടിന്റെയും ഒരു വ്യക്തിത്വം, ഇദ്ദേഹത്തിന്റെ ഒരു ലിറ്റററി പെർസണ അല്ലെങ്കിൽ കാവ്യ രചന വ്യക്തിത്വത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ചേർന്നതാണ്. ഈ ദ്വന്ദ്വം, ഈ ഒരു ഇരട്ട വ്യക്തിത്വം അദ്ദേഹത്തിന്റെ കവിതകളിൽ ഉണ്ടെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. കുറച്ച് കവിതകൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിലും മറ്റു ചില കോട്ടിങ്സിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായത് ഈ രണ്ട് സാധനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കീഴാള ചിന്തയിൽ വലിയ പ്രമുഖനായിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട്, ഡുബോയ്സിനെ യേശുദാസ് സാറിന്റെ പുസ്തകത്തിലൊക്കെ ഉദ്ധരിക്കുന്ന ഡുബോയ്സിനാണ് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളതും പുസ്തകം. അപ്പോൾ ഈ ഡുബോയ്സ് പറയുന്ന ഒരു ഇരട്ട വ്യക്തിത്വം ഉണ്ട്. അതായത് നമ്മള് ഒരുപക്ഷെ ഒരു കോളനിയിൽ നിന്നായിരിക്കും പോയി പഠിക്കാൻ പോണേ. അപ്പൊ ഒരു പട്ടികജാതി കോളനിയിൽ നിന്ന്, ഇപ്പോൾ മാൻഹോൾ എന്നുള്ള സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് വേഗം മനസ്സിലാവും. അങ്ങനെ പോകുന്ന വിധു വിൻസെന്റിന്റെ സിനിമ,
അങ്ങനെ പോയി നമ്മൾ പഠിക്കുന്നു, നമ്മൾ ചെല്ലുപെടുന്ന ഇടം വളരെ വരേണ്യമായിട്ടുള്ള ഒരു ഇടമായിരിക്കും. അപ്പൊ ഇത് രണ്ടിന്റെയും സംഘർഷം നമ്മൾ അനുഭവിക്കും. ഇതാണ് നമ്മുടെ ഈ എഴുത്തിന്റെ ഒരു മൂലധനമായി പലപ്പോഴും പ്രവർത്തിക്കുന്ന ഈ സംഘർഷമാണ്. അദ്ദേഹത്തിന്റെ കവിതകളിലുള്ള സംഘർഷം വളരെയധികം എനർജി നിറഞ്ഞതാണ്. അപ്പൊ ഈ ഉള്ളിൽ ഓടുന്ന ചോര വർഗരാഷ്ട്രീയത്തിന്റെ ആണെങ്കിലും അതിന്റെ ഉടുത്തുകെട്ട്, അതിന്റെ അലങ്കാരങ്ങള്, അതിന്റെ പുറമെയുള്ള രൂപഭാവങ്ങളൊക്കെ തന്നെയും ഒരുതരം അവധൂത ആധുനിക രീതിയുടേതാണ്. അപ്പൊ കവിതകളിൽ വരുന്ന എഴുന്നേറ്റു പറയുക എണ്ണിയാൽ തീരാത്ത നഗ്ന സത്യങ്ങളെ എല്ലാം ഉടച്ചു വാർത്തിയിടുവാൻ സൂര്യനെ വീണ്ടും തടഞ്ഞു നിർത്തിയിടുക. ഇപ്പം അംബേദ്കറിന്റെ പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും ഒക്കെ ഈ സൂര്യനെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായി കൊണ്ടുവരുന്നുണ്ട്. പല ദളിത് എഴുത്തുകാരും സൂര്യനെ ഒരു പ്രധാന ബിംബമായി എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കവിതയിലും സൂര്യൻ എല്ലായ്പ്പോഴും കടന്നു വരുന്നുണ്ട്. അപ്പോൾ അനാദിയായിട്ടുള്ള മാറ്റത്തിന്റെ അനാദിയായ ഒരു പ്രചോദനം എന്ന നിലയ്ക്കായിരിക്കാം ഒരു പക്ഷേ പിന്നീട് ഇടയ്ക്കെങ്കിലും വരുന്ന ഈ നിരാശ, കവിതകളിൽ വരുന്ന നിറഞ്ഞ് കവിയുന്ന ഒരു നിരാശ കാണാൻ പറ്റും. ഒരു വർത്തമാനം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, അതിലൊരു സന്ദേഹം, ശരിക്കും ഒരു സന്ദേഹമാണ് വെളിപ്പെടുന്നത്. സുഹൃത്തെ സഖാവേ, ഈ സാധനം KGS പിൽക്കാലത്ത് മാറ്റി എഴുതുന്നുണ്ട്. അതേപോലെ NG ഉണ്ണികൃഷ്ണനെ പോലെയുള്ള വേറെ കവികൾ നല്ലപോലെ കളിയാക്കുന്നുണ്ട്. അരുത് സോദര എന്ന് പറഞ്ഞു, സഖാവെ എന്ന് വിളിക്കുന്നേ ഇല്ല, സോദര എന്നാണ് വിളി. ആ സോദരൻ എവിടുന്ന് വരുന്നു? തീർച്ചയായിട്ടും അതിനൊരു ക്രിസ്ത്യൻ അർത്ഥമോ അതല്ലെങ്കിൽ ഒരു പക്ഷെ സഹോദരൻ അയ്യപ്പനും മറ്റും കടമെടുത്തിട്ടുള്ള ഈ ലോകതലത്തിൽ തന്നെയുള്ള വലിയ രീതിയിലുള്ള സമത്വബോധത്തിന്റെ ഒക്കെ അർത്ഥങ്ങളിലേക്ക് അത് പോയെന്ന് വരാം. സുഹൃത്തെ സഖാവെ, ഇനി എന്തു പറയുവാൻ, സാമ്രാജ്യം പ്രതിസന്ധി, എന്തിനീ വാക്കുകൾ സഖാവെ എന്ന് വർത്തമാനം എന്നുള്ള കവിതയിൽ ചോദിക്കുന്നുണ്ട്. എന്തിനീ വർത്തമാനം, നമ്മുടെ ജാർഗൻസ് ഒക്കെ ഇത് മതിയോ എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇദ്ദേഹത്തെ പഠിക്കുന്നവർക്കും ഇത് മനസ്സിലാവുന്നുണ്ട്. ഈ മ്യൂട്ടായി പോകുന്ന ഒരു അവസ്ഥ, അതായത് നമ്മള് മുഖ്യധാരയുടെ വലിയ സാമൂഹ്യ മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പറയുന്നതാണ് മലയാളി മെമ്മോറിയൽ. 1891 മലയാളി മെമ്മോറിയൽ ഉണ്ടായി. യേശുദാസ് സാറിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു ആശയം കടമെടുക്കുന്നത്. അതിൽ 1891 മലയാളി മെമ്മോറിയൽ ഉണ്ടായ 1896 ഈഴവ മെമ്മോറിയലും വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് 1893 അധികം ശ്രദ്ധിക്കപ്പെടാതെ പിൽക്കാലത്തെ ചരിത്രത്തിൽ വളരെയധികം ആഘോഷിക്കപ്പെട്ടു നമ്മുടെ കാലത്ത് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന് നടുക്കാണ്. ഈ വില്ലുവണ്ടി സമരത്തെ എന്തുകൊണ്ട് അന്ന് ആളുകൾ ശ്രദ്ധിച്ചില്ല? അപ്പൊ വില്ലുവണ്ടി സമരത്തെ എതിർത്തവരിൽ സത്യത്തിൽ ഈഴവരും ഉണ്ടായിരുന്നു. ഈഴവ മെമ്മോറിയലിൽ നിന്ന് ഈഴവരും വില്ലുവണ്ടി സമരത്തിൽ അയ്യങ്കാളിയെ ചെറുത്തു നിൽക്കാൻ ഉണ്ടായിരുന്നു. ഈ ഒരു വൈപരീത്യം നമ്മൾ ഒന്നാണെന്നോ അല്ലെങ്കിൽ കീഴാളരാണെന്നോ അല്ല മനസ്സിലാക്കുന്നത്. ജാതികൾക്കിടയിലുള്ള ഈ മേൽക്കീഴ് ശ്രമങ്ങളെ, സൂക്ഷ്മമായിട്ടുള്ള മേൽക്കീഴ് ശ്രമങ്ങളെ ഉന്നയിച്ചുകൊണ്ട് മേന്മ നടിക്കുന്ന രീതിയിൽ ഈ ഹിന്ദുത്വ ജാതി ഘടനയെക്കുറിച്ച് ഒക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അയ്യങ്കാളിയുടെ ആ പാരമ്പര്യം ഉൾക്കൊള്ളുന്നവർ അല്ലെങ്കിൽ അത്തരത്തിൽ എടുത്തു ചാടി രാഷ്ട്രീയ മാറ്റത്തിന് കൊതിക്കുന്നവർ പലരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഇപ്പം വൈക്കത്ത് മനുസ്മൃതി കത്തിച്ചു. ഇതൊന്നും നമ്മുടെ സമകാലിക ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഇപ്പൊ PhD ഒക്കെ ചെയ്യുന്ന കുട്ടികൾ നമ്മുടെ സമകാലിക ചരിത്രം മറ്റാണ്, മണ്ണാങ്കട്ടിയാണെന്നൊക്കെ പറഞ്ഞു എഴുതും. ഭയങ്കര ഹിന്ദുത്വത്തെ ചെറുത്ത് നിൽക്കലാണെന്നൊക്കെ പറയും. പക്ഷെ പല ചരിത്രങ്ങളും അതിൻ്റെ അകത്ത് ദൃശ്യത നേടില്ല. ഇത്തരം ശ്രമങ്ങൾ, ഈ മനുസ്മൃതി കത്തിക്കൽ പോലെയുള്ള അല്ലെങ്കിൽ ഒരു പക്ഷെ ചുംബന സമരം പോലെയുള്ള വലിയ രീതിയിൽ സദാചാരത്തിനെതിരെ ആഞ്ഞടിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്, തൊട്ടടുത്ത് നടന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയും നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത്തരം സന്ദേഹങ്ങളും സന്നിഗ്ധതകളും ഒരുപക്ഷെ ഈ പറഞ്ഞ അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ച ഒരു ഇടമാണ് ഈ നോവൽ എന്ന് വിചാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഈ നോവൽ, നിലത്തെഴുത്തുകൾ എന്ന് പറയുന്ന ഈ നോവൽ സമ്പൂർണ്ണമായും ഒരു ദൈവശാസ്ത്ര പരിസരം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എഴുതുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു യേശുവിനെ പറ്റിയുള്ള കഥയാണ് ശരി തന്നെ, പക്ഷെ ഇതിൻ്റെ അകത്ത് യേശുവിൻ്റെ കഥ മാറ്റുന്നുണ്ടാവും. ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അദ്ദേഹം അതിൻ്റെ ഒരു വീക്ഷണകോണുകൾ മാറ്റി പിടിച്ചിട്ട് അതിന് കുറച്ചുകൂടെ വിപ്ലവകരത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവും എന്ന് കരുതിയാണ് വായിച്ചത്. ഇന്നലെ രാത്രി ഒരു 1 മണി വരെ ആയിരുന്നു വായിച്ചു. അപ്പം അങ്ങനെയല്ല, മറിച്ച് യേശുവിൻ്റെ കഥ അങ്ങനെ തന്നെ എടുത്തിട്ട് അതിൻ്റെ ഒരു രേഖീയമായ ക്രമം പാലിച്ചുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവസാനത്തെ ഉയർപ്പ് മാത്രം വിശദീകരിക്കാതെ ഉയർപ്പിനെ അങ്ങനെ വിട്ടിരിക്കുകയാണ്. അത് വായനക്കാർക്ക് തുറന്നിട്ടതുപോലെ നിർത്തിക്കൊണ്ട്, അതോ ഇനി അതിലേക്ക് വീണ്ടും ഒരുപക്ഷെ എഡിറ്റ് ചെയ്യാനും മറ്റും ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. അദ്ദേഹം എഴുതി നിർത്തിയെടുത്തെന്നാണല്ലോ നമ്മളത് പ്രസിദ്ധീകരിക്കാനും ഒക്കെ പോകുന്നത്. അപ്പോൾ ഒരെഴുത്തുകാരൻ നോവൽ എഴുതി ഓടി അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പ്രസിദ്ധീകരിക്കുകയല്ല, അത് പലരെ കൊണ്ട് വായിപ്പിച്ച് അതുമേലെ പ്രത്യേകിച്ച് ഇരുന്ന് താൻ തന്നെ തിരുത്തി അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം അതിനിയും മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവുമായിരുന്നിരിക്കാം.
എന്തായാലും യേശുവിനെ തീർച്ചയായിട്ടും അദ്ദേഹം ഇങ്ങനെ നോക്കിക്കാണുകയാണ്. നേരത്തെ കവിതകളിൽ ആത്മത്തെ കൊണ്ടുവച്ച പോലെയല്ല, യേശുവിലല്ല സണ്ണി കവിക്കാടുള്ളത്. നേരെ മറിച്ച് യേശുവിൻ്റെ സഹോദരൻ എന്ന് വിളിക്കാവുന്ന യാക്കോബിലാണ്. അതിലൊരു ഭാഗത്ത് യേശു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അന്വേഷിച്ച് വർഷങ്ങളോളം നടക്കുന്നു സഹോദരൻ യാക്കോബ്. എന്നിട്ട് സത്യത്തെക്കുറിച്ച് അവർ തമ്മിൽ മരുഭൂമിയിൽ വെച്ചൊരു സംവാദം ഉണ്ടാകുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഒരു വിപ്ലവകാരിക്ക് സത്യം എന്ന് പറയുന്നത് വിമോചനത്തിൻ്റെതായിരിക്കാം. യാക്കോബാണ് സംസാരിക്കുന്നത്. എനിക്ക് അത് കേട്ടപ്പോൾ തോന്നിയത്, ഇവിടെയാണ് നമ്മുടെ നോവലിസ്റ്റ് നിൽക്കുന്നത്. ഈ നോവലിസ്റ്റ് ഇതാണ്, ഒരു വിപ്ലവകാരിക്ക് വിമോചനം എന്ന് പറയുന്നതിലാണ് അയാളുടെ സത്യം ഇരിക്കുന്നത്, അല്ലെ സത്യത്തിലാണ് അയാളുടെ വിമോചനം ഇരിക്കുന്നത്, സത്യത്തെ തേടലാണ്. പക്ഷെ ഒരു സമുദായവാദിക്ക് സമുദായത്തിന്റെ നിയമങ്ങൾ മാത്രമാണ് അതിനെ പരിഗണിച്ചുകൊണ്ട് സത്യത്തെ അന്വേഷിക്കാനാവൂ എന്ന് യാക്കോബ് വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ യേശു വിളിക്കുന്നത് മോനെ എന്നാണ്. മോനെ, നിനക്ക് പലതും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ സ്നേഹത്തിന് വഴങ്ങി പോകുമോ എന്ന് കരുതി യേശു അവിടുന്ന് കുതറി തൻ്റെ വഴിയിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ഈ സംവാദത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഈ നോവലിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അടുത്ത് വന്നിട്ടുള്ള കുറേ നോവലുകൾ, ബിബ്ലിക്കലായ നോവലും മലയാളത്തിൽ കുറേ വന്നിട്ടുണ്ട്. സാറ ജോസഫിൻ്റെ കറ അത്തരത്തിൽ ബൈബിൾ കേന്ദ്രീകരിച്ചുള്ള ഒന്നാണ്. കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് വന്ന ജിസ ജോസിൻ്റെ ഒരു നോവലുണ്ട്. പിന്നെ റൂത്തിൻ്റെ പുസ്തകം രക്ഷയുടെയും എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതേപോലെ സി വി ബാലകൃഷ്ണൻ്റെ വളരെ മുമ്പ് വന്ന ഈ ആയുസിൻ്റെ പുസ്തകം, പിന്നെ ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ കസാൻ സാക്കിസിൻ്റെ പുസ്തകം, പിന്നെ ലോക പ്രശസ്തനായിട്ടുള്ള നോബൽ ലോറേറ്റ് ഒക്കെ ആയിട്ടുള്ള സൂസെ സരമാഗുവിൻ്റെ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ്, ഗംഭീര നോവലാണ്. ആ നോവലിലും സത്യം പറഞ്ഞാൽ ഭയങ്കര സാമ്യമാണ് ഈ നോവലുമായിട്ട്. അതിനെ അനുകരിച്ചൊന്നും അല്ല കേട്ടോ ഞാൻ പറയണേ. എത്രയോ കാലം സരമാഗു വളരെ ലേറ്റായിട്ടാണ് നോവലിലേക്കൊക്കെ വരുന്നത്, 70 വയസ്സിനൊക്കെ ശേഷമാണെന്നാണ് കേൾക്കുന്നത്. അപ്പം അദ്ദേഹം പിന്നെ ഈ ദൈനംദിന ജീവിത, അതായത് രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചു മുറ്റത്തേക്ക് ഇറങ്ങി പ്രകാശം ഉള്ള പകൽ എന്നൊക്കെ പറയുന്നു, അങ്ങനെ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നു, നേരം വെളുത്തിട്ടില്ല എന്ന് പറയുന്നു, അങ്ങനെയൊക്കെ പറയുന്ന ഒരു രീതിയിലാണ്. അല്ലാണ്ട് വലിയ ഐതിഹാസികമായ സംഭവങ്ങളുടെ വെളിച്ചത്തിലല്ല ആ നോവൽ എഴുതപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് അതേ ഛായയിൽ ആണ് ഈ നോവലും എഴുതിയിട്ടുള്ളത്. ഇതിന് ഒരു ഐതിഹാസികമായ യേശു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ഒരു കേന്ദ്രം ഉണ്ടെങ്കിലും അത് എഴുതിയിരിക്കുന്ന രീതി ഇത്തരത്തിൽ ഉള്ള ഒരു രീതിയിലാണ്. വളരെ സ്വാഭാവികമായിട്ട് ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ ചിത്രീകരണം എന്നുള്ള നിലയ്ക്കാണ്. അപ്പം ഈ നോവലുകളിലെല്ലാം യേശുവിനെ, ഒരുപക്ഷെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുവിനെ കണ്ടെത്താൻ, അല്ലെ യേശുവിൻ്റെ തെളിച്ചം ആഗ്രഹിക്കും. പക്ഷെ യേശുവിലൂടെ തെളിഞ്ഞു വരുന്ന മറ്റു ജീവിതങ്ങളിലേക്ക് നമ്മൾ അറിയാതെ ഇടറി വീണുകൊണ്ടിരിക്കും. അതാണ് ഈ നോവലിൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇങ്ങനെ ആലോചിക്കണോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. ഒരുപക്ഷെ സണ്ണി കവിക്കാടിനെ എന്തിനെതിരെ ആലോചിക്കുന്നേ, കൃതിയും എഴുത്തുകാരനും തമ്മിലുള്ള ബന്ധം, ഇതിനെക്കുറിച്ച് ന്യൂ ക്രിട്ടിക്കുകൾ ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ ഞാൻ വ്യവഹരിക്കുന്ന പൊതുവായി വായിക്കുന്ന കൃതികൾ ഒക്കെ എനിക്ക് എഴുത്തുകാരിയെ അല്ലെങ്കിൽ എഴുത്തുകാരനെയും കൂടെ ചേർത്ത് വെച്ച് ചിന്തിക്കാനാണ് എനിക്ക് ഇപ്പോൾ താല്പര്യം തോന്നിയത്. തീർച്ചയായിട്ടും എഴുത്തുകാരൻ്റെ അലച്ചിൽ, അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ മലയാളത്തിൽ പറയാം സ്റ്റേഷൻ കിട്ടായിക, അത് ഈ നോവലിൽ വളരെ നന്നായിട്ട് ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഈ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമ്മളെല്ലാം ചെറുപ്പത്തിലെ മുതൽ കേൾക്കുന്ന കുരുടന് കാഴ്ച കൊടുക്കുക, മുടന്തിന് നടക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വരം കിട്ടുക, അതേപോലെ സംസാരിക്കാത്തവൻ സംസാരിക്കുക, അസുഖം വന്ന സ്ത്രീയെ സുഖപ്പെടുത്തുക, അങ്ങനെ പല പല കുരിശാരോഹണം വരെയുള്ള കാര്യങ്ങൾ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുക ഒക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇദ്ദേഹം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, ആ നേരത്തെ പറഞ്ഞ കവിതകളിൽ വർഗരാഷ്ട്രീയം പറയുന്ന കവിതകളോടൊപ്പം ദളിത് സ്ത്രീ ജീവിതവും പറയുന്നു എന്ന് പറഞ്ഞല്ലോ, അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരുപാട് സ്ത്രീപക്ഷ മാനങ്ങൾ കൂടി ഈ നോവൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ ഈ യേശുവിൻ്റെ പെങ്ങൾ ഒരു ഭാരിത ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ കന്യാമറിയം ഉണ്ട്, അമ്മ കന്യാമറിയം. അപ്പൊ യേശുവിൻ്റെ വലിയ പ്രോബ്ലം, അദ്ദേഹത്തിന്റെ അസ്തിത്വ പ്രശ്നം തന്നെ അച്ഛൻ ആര് എന്നുള്ളതാണ്. ഈ അച്ഛനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഈ നോവൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പൊ എൻ്റെ അച്ഛൻ ആരാണ്? പരിശുദ്ധാത്മാവാണെന്ന് അമ്മ പറയുന്നു. ശരി, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് വ്യക്തത കിട്ടുന്നു, എനിക്ക് ധൈര്യം കിട്ടുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് കൂടെ ഇല്ലാത്തപ്പോൾ ഞാൻ വെറും ഒരു പുരുഷനാണ്, വെറും ഒരു യുവാവാണ് എന്ന് യേശു മാഴുകുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ രൂപപ്പെടുന്ന ഒരു സ്ത്രീയുടെ ഒരു ജീവിത പരിസരത്ത് നിന്നുകൊണ്ട് അച്ഛനില്ലാത്ത കുഞ്ഞ് എന്നുള്ള നിലയ്ക്ക് ഒരു ജാരസന്തതിയായി പരിഹസിക്കപ്പെടുന്ന യേശുവിനെ നിരന്തരം ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്.
അതേപോലെ ഒരു സന്ദർഭത്തിൽ പുരോഹിതന്മാരുടെ ലൈംഗികതയെക്കുറിച്ചുള്ള ഒരു ചർച്ച വരുന്നുണ്ട്. സ്ത്രീയോടുള്ള ആകർഷണം പുരോഹിതന്മാർക്ക് ലൈംഗികത ആകാമോ? പുരോഹിതന്മാർക്ക് ലൈംഗികതയാകാം, ഞാനും ഒരു മനുഷ്യനല്ലേ എന്ന് ചോദിക്കുന്ന പുരോഹിതനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അതേപോലെ പിന്നെയും പിന്നെയും ആവർത്തിച്ചു പറയുന്ന പലതരം പലായനങ്ങൾ വരുന്നുണ്ടല്ലോ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലാവട്ടെ. ആ കാലഘട്ടത്തിലെ പലായനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പലായനങ്ങളുടെ സന്ദർഭങ്ങളിലെല്ലാം സ്ത്രീ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ പട്ടാളക്കാരാൽ പുരുഷാധിപത്യം നിറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള അവസ്ഥകളിൽ സ്ത്രീ പീഡിതയാവുന്നുണ്ട്, കൊന്നുകളയപ്പെടുന്നുണ്ട്. ഗർഭിണിയായ പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നതിൻ്റെ ഒക്കെ ചിത്രങ്ങൾ ഒരു പക്ഷേ ആ കാലത്ത് നിന്ന് വളരെ വ്യത്യസ്തമൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ കാലം എന്ന് നമുക്കറിയാം. അങ്ങനത്തെയൊക്കെ ചിത്രങ്ങൾ ഈ കവിതകൾ നോവലിനകത്തേക്ക് കടന്നു നിൽക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു സ്ത്രീപക്ഷമാനം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം രസകരമായി തോന്നിയ വേറൊരു കാര്യം ബുദ്ധനെ കൊണ്ടുവരുന്നുണ്ട് ഈ നോവലിനകത്തേക്ക്. ഈ യേശു വൈദ്യം ചെയ്യുന്നുണ്ട്, പലർക്കും മരുന്ന് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഈ മരുന്നിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ആളായിട്ട് അല്ലെങ്കിൽ സന്യാസിയായിട്ട് ഗുരുവായിട്ട് ബുദ്ധൻ വരുന്നുണ്ട്. ബുദ്ധന്റെ മകൾ ഫനീഭായി ബുദ്ധനോട് യേശുവിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നു. ഒരു പിന്നെ ആകർഷണം അവർക്ക് വളരെയധികം താല്പര്യമുണ്ട്. അങ്ങനെ അയാളുടെ അടുത്തേക്ക് എപ്പോഴും ചെന്നുപെടാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ളൊരു അങ്ങനത്തെ ഒരു ബന്ധത്തിന്റെ സാധ്യതകളൊക്കെ ആ നോവലിൽ പറയുന്നുണ്ട്. ഇനി ഈ നോവലിന്റെ ആഖ്യാന തലത്തിലേക്ക് ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ. ആ ഒരു ആഖ്യാന രീതി, ഒരു കാര്യം പറയുക എന്നുള്ളതിനേക്കാൾ അതെങ്ങനെ പറയുന്നു എന്നുള്ളതാണല്ലോ. ഇപ്പൊ സണ്ണി കവിക്കയുടെ ഗംഭീര വായനക്കാരനൊക്കെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ മാജിക്കൽ റിയലിസം ഒന്നും അറിയാത്ത ആളൊന്നുമല്ല. പോരാത്തതിനെ മാർക്കേസിന്റെ ഒക്കെ കൃതികളൊക്കെ നമ്മുടെ മലയാളത്തിലേക്കും മലയാളത്തിൽ വളരെ ചർച്ച ചെയ്യുന്ന കാലത്ത് തന്നെയാണല്ലോ അദ്ദേഹം എഴുതിക്കൊണ്ട് വരുന്നത്. 80കളിലെ 85-ലൊക്കെയാണെന്ന് തോന്നുന്നു ഈ 100 വർഷങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ മാജിക്കൽ റിയലിസം അറിയാണ്ടല്ല, പക്ഷെ അതിലേക്ക് വഴുതാവുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് ഒത്തിരി മൈലേജ് കിട്ടുമായിരുന്ന പല സന്ദർഭങ്ങളും അദ്ദേഹം വളരെ റിയലിസ്റ്റിക് ആയിട്ട് സമനിലയിൽ പറയുന്നുണ്ട്. വളരെ സമനിലയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വെള്ളത്തിന് മീതെ നടക്കലായാലും അല്ലെങ്കിൽ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു പ്രകാശം വരുന്ന സംഗതികൾ, ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന കാര്യമൊക്കെ മാജിക്കൽ റിയലിസ്റ്റിന്റെ വലിയ സാധ്യതകൾ ഉൾക്കൊള്ളുന്നതാണ്. അതൊക്കെ അദ്ദേഹം അതിലേക്ക് പോകുന്നേ ഇല്ല, അതിൽ വീഴുന്നില്ല എന്ന് പറയുന്നത് ഒരു കയ്യടക്കമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പിന്നെ ചില സ്ഥലത്തൊക്കെ ഈ ധ്വനിപരമായ പ്രയോഗം, ഒരു കവി ആയതുകൊണ്ടും കൂടി ആയിരിക്കാം, അതായത് മണലുകൾ കരയുകയാണ്, ഞെരിഞ്ഞമ്പരുന്ന മണൽത്തരികളെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ മണല് ഞെരിഞ്ഞമ്പരുമ്പോൾ അതിൽ പറയുന്നൊരു നല്ല രസമുള്ളൊരു വരിയുണ്ട്. അതായത് ഈ മണലിൻ്റെ കരച്ചിൽ, ആ മണലിൻ്റെ കരച്ചിൽ ഒരുപക്ഷെ അടിച്ചമർത്തപ്പെടുന്നവൻ്റെ രോദനമായി കേൾക്കാൻ പറ്റുന്നില്ലേ? ആളുകൾ കടന്നു പോകുന്നു, മണലാരണ്യത്തിൽ മണൽപ്പാമ്പുകളുണ്ട്, പലതരം ചെറിയ ചെറിയ സൂക്ഷ്മജീവികളുണ്ട്. അപകടം നിറഞ്ഞിട്ടുള്ള ആ മണലാരണ്യത്തിൽ മണലിൻ്റെ തരികളിലൂടെ കാല് അമർത്തി ചവിട്ടി പോകുമ്പോൾ മനുഷ്യർ, അടിസ്ഥാന വർഗം ഞെരിഞ്ഞമരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് അല്ല കാവ്യാത്മകമായിട്ട് അദ്ദേഹം, ഞാൻ വരി മറന്നുപോയതുകൊണ്ടാണ് ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഫാദർ ഫിക്സേഷൻ, ഇപ്പം മലയാളത്തിൽ ഇത്ര വലിയ പുതുമയല്ല, ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചവർക്കൊക്കെ അറിയാം. OV വിജയന്റെ മിക്കവാറും കൃതികൾക്കകത്ത് പ്രത്യേകിച്ച് തലമുറകളിലും ഗുരുസാഗരത്തിലും എല്ലാം ഈ ഒരു പിതൃബിംബത്തോടുള്ള വല്ലാത്തൊരു ബന്ധം കിടപ്പുണ്ട്. അപ്പോൾ ജനനം മുതലുള്ള ഈ പരിശുദ്ധാത്മാവിനെ തേടൽ ഒക്കെ തന്നെ അച്ഛൻ ആര് എന്നുള്ള ചോദ്യം എല്ലാം ചേർന്ന് ഇതിൻ്റെ അകത്ത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഘടകവും കൂടി ഫാദർ ഫിക്സേഷനിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഒരുപാട് ഘടകങ്ങൾ പറയാനുണ്ട്. യേശുവും അനുജനും അതുപോലെ യേശുവും സഹോദരിയും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ വലിയ നാടകീയമായിട്ടുള്ള ഒരു ഉയർന്ന രീതിയിലുള്ള സംഭാഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരിടത്ത് പറയാണ്, ജീവിതത്തിന് ചില മറകൾ ഉണ്ടെങ്കിൽ അത് വലിയൊരു പറച്ചിലാണ്. എന്നും അത് നിലനിൽക്കും. ചില മറകളില്ലെങ്കിലോ അത് തകർന്നു പോകും. ആ മറകൾ വേണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെയാണ് സത്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ സംഭാഷണം എല്ലാം നടക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ഓടിച്ചിട്ട് പിടിച്ചിട്ടാണ് കാണുന്നത്. യേശു എവിടെയെന്ന് അന്വേഷിക്കുകയാണ്, അമ്മയും സഹോദരിമാരും എല്ലാവരും. അതേപോലെ എന്താ പറയുക, ഇങ്ങനെ പറയാവുന്ന ഒരു പക്ഷേ അദ്ദേഹം ആധുനികതയിൽ നിന്ന് വിട്ടോന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അദ്ദേഹം ആധുനികതയിൽ നിന്ന് വിട്ടു പോന്നിരുന്നില്ല. ആധുനിക സാഹിത്യത്തിൽ പെട്ടുപോയ ഒരാൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹം പുതിയ തരത്തിലുള്ള എഴുത്തിലേക്ക് വരികയായിരുന്നു. ഒരു പക്ഷെ ആ സമയത്തായിരിക്കും അദ്ദേഹം അങ്ങനെ എഴുത്തൊക്കെ നിർത്താനൊക്കെ ഉണ്ടായ ഒരു സാഹചര്യവും മറ്റും. പിന്നീട് അദ്ദേഹം എഴുത്തിലേക്ക് തിരിച്ചു വന്നില്ലായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ അർഹയല്ല, കൂടുതലൊന്നും പഠിച്ചിട്ടില്ല ആ നിലയ്ക്ക്. ജീവചരിത്രപരമായ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക്
അറിയില്ല. എനിക്ക് ആ ലേഖനവും കാണാൻ പറ്റിയില്ല. ഞാൻ ശ്രമിച്ചെങ്കിലും എനിക്കതൊന്നും കിട്ടിയില്ല. പച്ചക്കുതിരയിൽ വന്ന ലേഖനമൊന്നും കാണാൻ പറ്റിയില്ല. അതിന് വലിയ പ്രസക്തിയുമില്ല. അല്ലാതെ തന്നെ ഈ ജീവചരിത്രപരമായ കോൺട്രവേഴ്സിയും മറ്റു കാര്യങ്ങളും ഇല്ലാതെ തന്നെ ഈ കൃതികളിൽ ഒരു സാഹിത്യ ചരിത്രപരമായ പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇടയ്ക്ക് പറയുന്നുണ്ട് ഒരു വരി, യേശു പറയുന്നുണ്ട്, നമ്മളെ ഉള്ളിലേക്ക് ഇങ്ങനെ തറഞ്ഞു കയറും. എൻ്റെ ജീവിതത്തിൻ്റെ താഴ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. താഴെന്നുള്ള വാക്ക് ഭയങ്കര ആഴമാണ് അതിന്. എനിക്ക് പോലും എൻ്റെ ജീവിതത്തിൻ്റെ താഴെ എന്തിനെന്ന് എനിക്ക് പോലും അറിയില്ല, അറിയുന്നത് പിതാവിന് മാത്രം എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിച്ച് കടന്നു പോവുകയാണ്. എന്തിനാ നീ അലയണത്? എന്തിനാ നീ ദാഹിച്ചിരിക്കുന്നത്? എന്തിനാ നീ വിശക്കുന്നത്? എന്തിനാ നീ ദരിദ്രനായി ജീവിക്കുന്നത്? നീ എന്തിനാണ് ഉറക്കളയ്ക്കുന്നത്? നീ എങ്ങനെ ഇങ്ങനെ തകർന്നു എന്ന് അമ്മ നെഞ്ചുപൊട്ടി ചോദിക്കുന്നുണ്ട് പല സന്ദർഭത്തിലും. അങ്ങനെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൻ്റെ താഴെ എന്തിനെന്ന് എനിക്കറിയില്ല. ഓരോ വിപ്ലവകാരിയും ഒരുപക്ഷെ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ഒരു എന്താ പറയുക വരിയായിട്ട് ഇത് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ യേശുവും ഒരു വിപ്ലവകാരി ആണെന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്നാൽ അതിൽ നിന്ന് സ്വന്തം ചേതനയെ, എഴുത്ത് ചേതനയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്, ഈ നിലത്തെഴുത്തുകൾ. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ കുറച്ചെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ഓടിപ്പിടിച്ചാണ് ഞാൻ വായിച്ചത്. അടുക്കും ചിട്ടിയോടെ അല്ല പറഞ്ഞതെന്നറിയാമെങ്കിലും അതിന് അവസരം തന്ന എല്ലാവർക്കും നന്ദി. ഏറ്റവും അവസാനമായിട്ട് യേശുവിനെ കുറിച്ചുള്ളൊരു കവിത, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കവിത ഞാൻ പറയാം. യേശു ഒരു പലതരത്തിൽ യേശു ആരാണ് എന്നുള്ള അന്വേഷണം നടക്കുന്ന ഒരു കവിതയാണ്. ആരാ എഴുതിയെന്നറിയില്ല, ഇന്റർനെറ്റിലൊക്കെ ഇങ്ങനെ കാണുന്നതാണ്. സ്റ്റാലിനോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് മുമ്പ് അല്ലേ. അപ്പം ആ കവിതയിൽ യേശു അയർലൻഡുകാരനാണെന്നുള്ളതിന് 3 തെളിവുണ്ട്. യേശു ഓസ്ട്രേലിയക്കാരനാണെന്നുള്ളതിന് 3 തെളിവുണ്ട്. യേശു ആഫ്രിക്കക്കാരനാണെന്നുള്ളതിന് 3 തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ചർച്ചകൾ പറയുന്നുണ്ട്. ഒരു ഗദ്യ കവിത പോലെയാണ് എഴുതിയിട്ടുള്ളത്. അവസാനം പറയുന്നത് യേശു ഒരു സ്ത്രീയാണെന്നുള്ളതിന് 3 തെളിവുകളുണ്ട്. കാരണം ഒരു ഭക്ഷണവും ഇല്ലാത്തപ്പോൾ അവന് ഒരാൾക്കൂട്ടത്തെ തന്നെ കൂട്ടേണ്ടി വന്നു. ഒന്നും മനസ്സിലാവാത്ത ഒരു ആൾക്കൂട്ടത്തിന് നേരെ, ഒരു പുരുഷാരത്തിന് നേരെ അവന് നിരന്തരം സന്ദേശങ്ങൾ അയക്കേണ്ടി വന്നു. 3ാമത്തെ തെളിവ്, പണികൾ ബാക്കി കിടക്കുന്നതിനാൽ മരിച്ചെടുത്തു നിന്ന് തന്നെ അവന് ഉയർത്തെഴുന്നേൽക്കേണ്ടി വന്നു. നന്ദി.